അപ്പോൾ 2026 തുടങ്ങുന്നത് തന്നെ ഒരു ചെറിയ ട്രെക്കിങ്ങിലൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയ്ക്കടുത്തുള്ള ഈ ഒരു പർവ്വതമല കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നമുക്ക് തിരുവണ്ണാമലയിലേക്ക് ഡയറക്റ്റ് ട്രെയിനുകൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ കൊല്ലം തിരുപ്പതി ട്രെയിനിൽ കയറി സേലത്തിറങ്ങുക, അതാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ 3 മണിക്ക് ആലുവയിൽ നിന്ന് കയറി ഏകദേശം 9:30 ആയപ്പോൾ നമ്മൾ സേലത്തെത്തിയിട്ടോ. അപ്പം സേലത്ത് നിന്ന് ഏകദേശം 4 മണിക്കൂറിനും 5 മണിക്കൂറിനും ഇടയ്ക്ക് യാത്ര ചെയ്താൽ നമുക്ക് തിരുവണ്ണാമലയ്ക്ക് എത്താം. അപ്പോൾ തിരുവണ്ണാമലയിൽ നമ്മൾ ഒരു ഹൈവേയിലാണ് ഇറങ്ങിയത്. രാവിലെ തന്നെ അവിടെ നിന്നൊരു ചായയും കുടിച്ച് നേരെ ന്യൂ ബസ് സ്റ്റാൻഡിലേക്ക് പോയി കേട്ടോ. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു ബസ് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു 5:30-ക്ക്. അപ്പോൾ അടുത്ത ബസ് 6:15-നാണുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന 316 അല്ലെങ്കിൽ 317 നമ്പർ ബസ്സുകളാണ് തിരുവണ്ണാമലയ്ക്കുള്ളത്. അപ്പം ഏകദേശം 30 കിലോമീറ്ററാണ് അവിടേക്കുള്ളത്. ഒരു 45 മിനിറ്റിൽ നമുക്ക് അവിടെ എത്താനും സാധിക്കും. തേൻമുത്തിമംഗലം ആണ് പർവ്വതമലയുടെ ബേസ് വില്ലേജ്. അപ്പം നമ്മൾ ഈ ഒരു ബസ് ഇറങ്ങുന്നത് അവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് ഷെയർ ഓട്ടോ അവൈലബിൾ ആണ്. അപ്പോൾ ഒരാൾക്ക് 20 രൂപ നിരക്കാണ് ഇവർ ഈടാക്കുന്നത്. അപ്പോൾ ഓട്ടോ നിറഞ്ഞു കഴിയുമ്പോഴാണ് അവർ അവിടെ നിന്ന് വണ്ടി എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരു 10 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടോ എന്ന് അവർ ഒരു കണക്കെടുക്കും. അങ്ങനെ നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഏകദേശം 1 അല്ലെങ്കിൽ 1.5 കിലോമീറ്ററോളം ഇതുപോലെയുള്ളൊരു കോൺക്രീറ്റ് വഴിയാട്ടോ. അപ്പം ഇതെല്ലാം ഫോറസ്റ്റ് റീജിയൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ നമ്മൾ അടിവാരക്കോവിൽ എന്നുള്ളൊരു ചെറിയ അമ്പലത്തിലെത്തും കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്പലം വരെ വന്നിട്ടും തിരിച്ചു പോകുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേനും നല്ല ആഴത്തിലുള്ളൊരു കിണർ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഒരു അമ്പലത്തിലേക്കും അതുപോലെ തന്നെ നമ്മൾ കയറുന്ന മലയുടെ മുകളിലായിട്ടൊരു ചെറിയ ആശ്രമമുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ വെള്ളം എത്തിക്കുന്നത് ഈ ഒരു കിണറ്റിൽ നിന്നാട്ടോ. അതുപോലെ നമ്മളിപ്പോൾ കണ്ട ഈ കുരങ്ങന്മാരെ പോലെ ഒരുപാട് കുരങ്ങന്മാരെ നമുക്ക് കാണാം കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ ഫുഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ വന്ന് ആക്രമിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ വിഷപ്പാമ്പുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു ബോർഡൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഒരു 1.5 കിലോമീറ്റർ ഫ്ലാറ്റ് റോഡ് കഴിഞ്ഞിട്ട് ഏകദേശം 1200 സ്റ്റെപ്പുകളാണ് ഇനി നമുക്ക് കയറാനുള്ളത്. അങ്ങനെ ആ ഒരു 1200 സ്റ്റെപ്സ് കയറി കഴിയുമ്പോഴത്തേനും പിന്നീട് അങ്ങോട്ട് കുറച്ച് ദൂരത്തിന് ഇതുപോലെ റോക്കി ടെറൈനാട്ടോ. അതുപോലെ നമ്മുടെ യൂഷ്വൽ ട്രെക്കിംഗ് ഒക്കെ ലെസ് ക്രൗഡഡ് ഡേയ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു 31 തമിഴ്നാട്ടിലെ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു മല കയറാനും പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് കുത്തനെയുള്ള സ്ഥലമാട്ടോ. അപ്പം അവിടെ കയറാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൈവരികൾ വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഈ മല കയറുന്ന ഉടനീളം ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അമ്പലങ്ങൾ കാണാം കേട്ടോ. അവിടെ എല്ലാം വിശ്വാസികൾ തന്നെ ചെറിയ പൂജകളൊക്കെ ചെയ്യുന്നതും കാണാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് പർവ്വതമലയുടെ ആ ഒരു ടോപ്പ് പോർഷൻ്റെ വ്യൂ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ കൊടൈക്കനാലിലൊക്കെയുള്ള ആ ഒരു പില്ലർ റോക്സിനോട് ചെറിയൊരു സാമ്യമുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ ഈ ഒരു പർവ്വതമലയുടെ ടഫസ്റ്റ് പോർഷൻ ഇവിടെ നിന്നാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 1.5 കിലോമീറ്ററാണ് ഈ ഒരു ക്ലൈംബ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഹരിഹർ ഫോർട്ടിലൊക്കെ കാണുന്ന പോലെ പാറയിൽ കൊത്തി ഉണ്ടാക്കിയ സ്റ്റെപ്പുകൾ മാത്രമല്ല, അതുപോലെ ഇരുമ്പിൻ്റെ ഏണികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ കമ്പികളാണേലും ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്.
കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് വിശ്വാസികളൊക്കെ വരുന്ന ഒരു മലയായതുകൊണ്ട് മാക്സിമം എല്ലാവർക്കും കയറാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനൊരു സൗകര്യം ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ ഒരു കമ്പികളുടെ പഴക്കം മൂലവും പലതും വിട്ടിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് തന്നെ വേണം നടക്കാനായിട്ട്. അങ്ങനെ നമ്മളിത് ഈ ഒരു പോർഷൻ എത്തുമ്പോഴത്തേനും നമുക്ക് നിലത്ത് കമ്പി ഇട്ടേക്കുന്നത് കാണാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗുണ കേവിലൊക്കെ കാണുന്ന പോലെ താഴത്തേക്ക് നേരെ കൊക്കയാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കമ്പി ഇട്ടേക്കുന്നത്. ഈവൻ ഇവിടെയാണെങ്കിൽ പോലും നമ്മൾ വളരെ സേഫായിട്ട് തന്നെ വേണം നടക്കാനായിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് കയറി ചെല്ലുന്നത് പൂർണ്ണമായിട്ടും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ സ്പേസ് ആട്ടോ. അപ്പോൾ നമ്മൾ നല്ല വെയിലത്തൊക്കെ വരുവാണെങ്കിൽ പോലും ഒരു AC റൂമിലേക്ക് കയറുന്ന ഒരു ഫീലാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വിശ്രമിക്കാനൊക്കെ ആണെങ്കിലും ഇവിടെ സൗകര്യമുണ്ട്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു അമ്പലത്തിൻ്റെ പണ്ടത്തെ വാട്ടർ സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു കേട്ടോ. എന്നാൽ അവിടെയൊക്കെ ഇപ്പോൾ ഫുള്ളൊരു പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ സ്റ്റോറേജ് സ്പേസ് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് ഈ ഒരു മലയിലേക്കുള്ള ഫൈനൽ സ്ട്രെച്ച്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ നാരോയാണ്, ഒരാൾക്ക് മാത്രമാണ് ഒരു സമയത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറുന്ന വഴിയല്ല ഇറങ്ങുന്നത്. അതായത് ആ ഒരു കഞ്ചഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 2 വഴിയായിട്ട് ഇവർ നിർമ്മിച്ചേക്കുന്നത്. അങ്ങനെ 2000 വർഷങ്ങൾ മുന്നേ മുനിമാർ നിർമ്മിച്ച ആ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തുക കേട്ടോ. ഇപ്പോൾ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങൊക്കെ പുതിയതായിട്ട് നിർമ്മിച്ചതാണ്. എന്നാൽ ഇതൊക്കെ നിർമ്മിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ടാക്ടിക്സ് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇത്രയും ഉയരത്തിലുള്ളൊരു മല, അതായത് ഏകദേശം 4500 അടിയാണ് സീ ലെവലിൽ നിന്ന് ഇതിന് ഉയരമുള്ളത്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് ഉത്സവ സമയത്ത് ഒക്കെ വരുന്ന ആൾക്കാരുടെ കയ്യിൽ അപ്പോൾ 2 ലിറ്റർ വെള്ളമോ അതുപോലെ സിമൻറ്റോ അല്ലെങ്കിൽ ഓരോ ഇഷ്ടികയൊക്കെ കൊടുത്തു വിട്ടിട്ടാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു പുതിയ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കവിടെ മിസ്സായിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ആ ദൂരത്തേക്കുള്ള ഒരു കാഴ്ചകളാട്ടോ. കാരണം നല്ല കോടയായിരുന്നുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ നഷ്ടപ്പെട്ടു. എന്നാലും വളരെ വ്യർത്ഥമായിട്ടുള്ള ഒരു ഹൈക്ക് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേറൊരു വഴി കൂടി ആട്ടോ തിരിച്ചിറങ്ങുന്നത്. കാരണം കയറുന്നതും ഇറങ്ങുന്നതുമായിട്ടുള്ള ഒരു കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇറങ്ങുമ്പോഴാണ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട്, അതായത് ഹൈറ്റ് പേടിയുള്ളവർക്കൊക്കെ എന്താ പറയുന്നത്, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ചായ ഒരു അടിവാരക്കോവിലെത്തി കേട്ടോ. ഇവിടെ അത്യാവശ്യം ആൾ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ പൂജയും അതുപോലെ തന്നെ ആഹാരവും കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു അടിവാരക്കോവിലിൻ്റെ മുന്നായിട്ട് ഇതുപോലെ 1-2 അമ്പലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറിപ്പോയ സമയത്ത് ഇവിടെ നിന്നില്ല, എന്നാൽ തിരിച്ചിറങ്ങിയ സമയത്ത് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോരുന്നത്. എന്താണെങ്കിലും നമ്മൾ ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 1 ഡേ പ്ലാനായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് നേരെ നമ്മൾ തിരുവണ്ണാമല ചെന്നിട്ട് അവിടെ നിന്ന് സേലത്തിന് ബസ് എടുത്ത് സേലത്തു നിന്നാട്ടോ നമ്മുടെ റിട്ടേൺ ട്രെയിൻ.